മോന്ത ചുഴലിക്കാറ്റിനെ തുടർന്ന് ആന്ധ്രയിൽ 4 പേർ മരണപ്പെട്ടു എന്ന് റിപ്പോർട്ട്. ആന്ധ്രയുടെ കരയിൽ പ്രവേശിച്ച മോന്ത ശക്തി ക്ഷയിച്ച് വെറും ചുഴലിക്കാറ്റായി മാറി ഒഡീഷ ഭാഗത്തേക്ക് നീങ്ങുന്നു. മോന്ത പൂർണ്ണമായി കരയിൽ പ്രവേശിക്കാൻ 6 മണിക്കൂർ എടുത്തു. കെ ബി ശ്രീധരൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. കടുത്ത നാശം വിതച്ചിരിക്കുന്നു. ഏറ്റവും ബുദ്ധിമുട്ട് ഈ മരണസംഖ്യയോടൊപ്പം തന്നെ കൃഷിനാശവും വൻതോതിലുണ്ടായി എന്നതാണ്. ഏതൊക്കെ തരത്തിലാണ് നാശനഷ്ടം വിതച്ചത് ഈ മോന്ത ചുഴലിക്കാറ്റ്? വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീധരൻ? മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്ത്യയുടെ കിഴക്കൻ തീരങ്ങളിൽ ആശങ്കയുടെ പ്രഭാതം തന്നെയാണ് ഇന്ന് എന്ന് പറയേണ്ടി വരും. മോന്ത ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റ് എന്നതിൽ നിന്ന് വെറും ചുഴലിക്കാറ്റായി മാറിയിട്ടുണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് മോന്ത കരയിലേക്ക് പ്രവേശിച്ചത്, പൂർണ്ണമായും പ്രവേശിച്ചത്. അതായത് കലിംഗപട്ടണത്തിനും മച്ചിലിപ്പട്ടണത്തിനും ഇടയിലാണ് ചുഴലിക്കാറ്റ് കര തൊട്ടത്. ഏതായാലും ഇതിന് 100 കിലോമീറ്റർ പെർ അവർ, അതായത് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് അടിച്ചത്. വലിയ നാശനഷ്ടം ആന്ധ്രാപ്രദേശിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മരങ്ങൾ പലയിടത്തും കടപുഴകി വീണിട്ടുണ്ട്. വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകരാറിലായിട്ടുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 36 മണിക്കൂറായി കനത്ത മഴയാണ് ആന്ധ്രാപ്രദേശിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനം തീരദേശ ജില്ലകളിലാണ്. കാക്കിനാട, വെസ്റ്റ് ഗോദാവരി, ഈസ്റ്റ് ഗോദാവരി, കൃഷ്ണ, പ്രകാശം, അതുപോലെ തന്നെ അംബേദ്കർ, കോണസീമ, അല്ലൂരി സീതാരാമരാജു തുടങ്ങിയ ജില്ലകളിലൊക്കെ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വലിയ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. 1.76 ലക്ഷം ഹെക്ടർ ഭൂമിയിലാണ് കൃഷിനാശം സംഭവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം തന്നെ കണക്കെടുപ്പ് സർക്കാർ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും 4 പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവരെങ്ങനെ മരിച്ചു എന്ന് സംബന്ധിച്ച് വിശദാംശങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ആന്ധ്രാപ്രദേശെ സംബന്ധിച്ച് സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു നാശം തന്നെയാണ്, പ്രകൃതി നാശം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടത്തും ഗതാഗതങ്ങളൊക്കെ തടസ്സപ്പെട്ടിരുന്നല്ലോ. ഇത് നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഇനി എങ്ങനെയാണ് അത് പുനഃസ്ഥാപിക്കുക? ഭാഗ്യമായെങ്കിലും ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിലവിൽ ഈ ചുഴലിക്കാറ്റിന്റെ ഭീതി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വ്യോമഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചോ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചോ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഇതുവരെ വന്നിട്ടില്ല. 168 ട്രെയിനുകളാണ്, അതായത് ഈസ്റ്റേൺ കോസ്റ്റ് വഴി പോകുന്ന 168 ട്രെയിനുകളാണ് റദ്ദാക്കിയത്. അതുപോലെ വിശാഖപട്ടണം വിമാനത്താവളം പൂർണ്ണമായും അടച്ചിട്ടു. വിജയവാഡ വിമാനത്താവളവും സർവീസ് നിർത്തിവെച്ചു. അതുപോലെ ആ കോസ്റ്റിലുള്ള രാജമുണ്ട്രി വിമാനത്താവളത്തിലെയും സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യോമ റെയിൽ ഗതാഗതം ഇതുവരെ പുനഃസ്ഥാപിക്കാനായിട്ടില്ല. വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും പലയിടങ്ങളിലും തകരാറിലായ അവസ്ഥയുണ്ട്. ഏതായാലും ഇതൊക്കെ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായിട്ടാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അടിയന്തര സാഹചര്യം നേരിടാൻ വലിയ മുന്നൊരുക്കങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഈ കാറ്റ് കരതൊടുന്ന കാക്കിനാട മേഖലയിൽ മാത്രം വലിയ തോതിൽ ശ്രദ്ധ സർക്കാർ ചെലുത്തിയിരുന്നു. കാക്കിനാടയിൽ മാത്രം 480 ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു. സംസ്ഥാനത്ത് മൊത്തം ഏതാണ്ട് 3000-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക അറിയിപ്പ്. 3800 ഗ്രാമങ്ങളെ ഈ മോന്ത ചുഴലിക്കാറ്റ് ബാധിച്ചിട്ടുണ്ട് എന്നാണ് സർക്കാർ കണക്ക്. ഏതായാലും ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ, പ്രത്യേകിച്ച് റേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ സർക്കാർ തുടക്കത്തിൽ തന്നെ ജാഗ്രത കാണിച്ചിരുന്നു. ഏതായാലും ഈ ആളുകളെ പരമാവധി ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കാനായത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു. നേരത്തെയും ജില്ലകളിലും അതിതീവ്ര മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നത്. കനത്ത നാശം വിതച്ചു ആന്ധ്രയുടെ തീരത്ത്. ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. ആശങ്ക ഒഴിഞ്ഞു പോയി എന്ന് പൂർണ്ണമായും നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നത്തെ പ്രഭാതത്തിലും എന്നാണ് ശ്രീധരൻ പറയുന്നത്. ശ്രീധരന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ആന്ധ്രാപ്രദേശിലെ ദുരിതങ്ങളൊക്കെ മാറി ആകാശം തെളിയട്ടെ, മഴ കനത്ത നാശം വിതയ്ക്കാതിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്.